വിചാരിക്കുന്നു. ഈ എപ്പിസോഡിൽ ഞാൻ പാടാൻ പോകുന്ന പാട്ട് ബട്ടർഫ്ലൈസ് എന്ന സിനിമയിലെ വാ വാ മനോരഞ്ജനി എന്ന പാട്ടാണ്. MG ശ്രീകുമാർ സർ പാടിയ പാട്ടാണ്. അതുകൊണ്ട് നല്ലോണം പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. അതുകൊണ്ട് പ്ലീസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹായ് സൂര്യ, വെൽക്കം ബാക്ക്. സൂര്യയുടെ സെക്കൻഡ് റൗണ്ട് പെർഫോമൻസ് ആണ്. ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? പെർഫോമൻസ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പൊ കുഴപ്പമില്ല, ഇത്തിരി ട്രൈ ഒക്കെ ചെയ്താൽ മതി. ആദ്യത്തെ സ്റ്റേജ് അല്ലേ, കുഴപ്പമൊന്നുമില്ല. മനോരഞ്ജിനി സുരംഗിണി സൂപ്പർ സുരസുന്ദരി ഹേ നളചരിത കഥയിൻ ദമയന്തിയോ കണ്വാശ്രമത്തിൽ കാവ്യ ശകുന്തളയോ ഉമർ ഖയാമിൻ കവിത തുളുമ്പുന്ന മധുപാത്രമോ അരേ വാവ മനോരഞ്ജിനി സുരംഗിണി സൂപ്പർ സുരസുന്ദരി. വന്നു കൂടുമോ ഇലയങ്ങളിൽ നൃത്തമാടുമോ ഇന്നുദിക്കും അമ്പിളിക്കു ജന്മനാൾ ഇന്നവൾക്കു കൈനിറച്ചു ചെണ്ടുകൾ ജന്മനാൾ കൈനിറച്ചു ചെണ്ടുകൾ. ആഹാ മനോരഞ്ജിനി സുരംഗിണി സൂപ്പർ സുര സുന്ദരി. പൊൻപളുങ്കി കിളുന്നേ നിനക്കി പുഷ്പമേലാപ്പുകൾ പൂങ്കുരുന്നി വിരുന്നിൽ വിളമ്പി എത്ര നൈവേദ്യങ്ങൾ ആനയിക്കുവാൻ വാദ്യമേളകൾ അപ്സരസ്സുകൾ നിന്റെ ദാസികൾ തേരിറങ്ങി വന്ന രാജകന്യയോ ദേവലോക നർത്തകിയാം മങ്കയോ അയ്യോ ദേവലോക നർത്തകിയാം മങ്കയോ. അരേ വാവ മനോരഞ്ജിനി സുരംഗിണി സൂപ്പർ സുരസുന്ദർ നളചരിത കഥയിൻ ദമയന്തിയോ കണ്വാശ്രമ കാവ്യ ശകുന്തളയോ ഉമർ ഖയാമിൻ കവിത തുളുമ്പുന്ന മധുപാത്രമോ. ആഹാ മനോരഞ്ജിനി സുരംഗിണി സൂപ്പർ സുരസുന്ദരി. ലാ 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 ലോ ഓ ലാ ലാ ലോ ലാ 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 ലോ ഓ ലാ ലാ ലോ ലാ 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 ലോ.
ചുറ്റിക്കറങ്ങി വന്നപ്പോഴേക്കും. പക്ഷെ മലയാളത്തിൽ ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാട്ടോ, അതിലൊരു ഡൗട്ടും ഇല്ല. എന്തായാലും നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ, വെരി ക്യൂട്ട്. നമുക്ക് അശോകൻ ചേട്ടൻ തന്നെ ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു പാട്ട് പെർഫോമൻസ് ചേട്ടാ? സൂര്യകുമാർ, സൂര്യകുമാർ KE, ഞാൻ അശോക് കുമാർ AE ആണ്. സൂര്യന്റെ പെർഫോമൻസ് സൂര്യനെ പോലെ തന്നെ തോന്നിയിരുന്നു. ഉദിച്ചിങ്ങനെ ഉയരുകയായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു, അടിപൊളി പെർഫോമൻസ്. നമുക്ക് അസൂയ തോന്നുന്ന വിധത്തിലുള്ള പെർഫോമൻസ്, വളരെ കൂളായിട്ട്. അതിനകത്ത് കാണിച്ച നമ്പറുകളൊക്കെ നന്നായിട്ടുണ്ട്, അടിപൊളി. നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്പറുകളൊക്കെ കാണിച്ചിരുന്നു, അതൊക്കെ ഗംഭീരമായി. പിന്നെ പാട്ടിനെ കുറിച്ച് എനിക്ക് കൂടുതൽ ഞാൻ പറയാൻ ഉള്ള ഇതില്ല. പക്ഷേ പാട്ട് നന്നായിരുന്നെങ്കിൽ പോലും പാട്ടിനകത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കതിലും കൂടുതൽ തോന്നിയിരുന്ന പെർഫോമൻസ്, സംഭവങ്ങൾ ഡാൻസിന്റെ ആണ് സംഭവം എനിക്ക് തോന്നിയിരുന്നത്. അത് വളരെ നന്നായിരുന്നു. പിന്നെ എത്ര വയസ്സുണ്ട് സൂര്യകുമാറിന്? 17 ആയി അല്ലേ? പക്ഷെ അത് പറയില്ല. ശബ്ദമൊക്കെ ഒരു 13-14 വയസ്സിന്റെ ശബ്ദമാണ്. ശബ്ദം കുറച്ചുകൂടെ മെച്യൂർഡ് ആകാനുള്ളതെന്ന് എനിക്ക് തോന്നും. എങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇനിയും ശബ്ദമൊക്കെ മാറും. പിന്നെ നന്നായിരുന്നു. എന്റെ മാർക്ക് ഞാൻ പറയാം, 8 മാർക്ക്. 8 out of 10. പിന്നെ ലാലേട്ടനെയൊക്കെ കാണിച്ചത് സൂപ്പർ ആയിരുന്നു കേട്ടോ. ശ്രീയേട്ടാ? സൂര്യ നന്നായിരുന്നു മോനെ, വളരെ നന്നായിരുന്നു, വെരി ഗുഡ്. പാട്ടിൽ കുറെ പ്രശ്നമുണ്ട്, മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോർഷൻസ് പറയേണ്ടി വരും. ഓ നളചരിതം, ആ സംഗതി വരുമോ? ഇത്രയല്ലേ ആയുള്ളൂ. അവിടെ കുറച്ച്, പിന്നെ ഓ അവിടെ ആ ഒരു ഫിനിഷ് വരണം, ചേർന്ന് വരണം. ആദ്യം പാടിയപ്പോഴേ അവിടെ വിട്ടുപോയി മോൻ, പല സ്ഥലങ്ങളിലും പാടി വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അനുപല്ലയുടെ ഫസ്റ്റ് ലൈൻ എന്താണ്? നല്ല നാളിന്റെ ആശംസയേകും രാജഹംസങ്ങളെ അത് പഠിച്ചോളൂ. അതാണ്. പിന്നെ പൊൻപളുങ്കെ പൂങ്കുരുന്നേ ചെഞ്ചുണ്ടുകൾ, അവിടെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ മോന്റെ പെർഫോമൻസ് സൂപ്പർ കേട്ടോ, വെരി ഗുഡ്. കലക്കി കളഞ്ഞു. കാരണം മോഹൻലാലിനെയൊക്കെ കാണിച്ച് ജനങ്ങളെയൊക്കെ കയ്യിലെടുത്ത്, വെരി ഗുഡ്. അപ്പൊ അശോകൻ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഫീലിംഗ് ആണ്, മോന് പ്രായമായില്ല എന്ന്. അത് തെളിയിച്ചു കൊടുക്കുക അടുത്ത പ്രാവശ്യമെങ്കിലും എനിക്ക് പ്രായമായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. 23 on 30. ചിത്ര ചേച്ചി? മോനെ നല്ല രസമായിട്ട് പാടി കേട്ടോ. പാടിയെന്ന് പറഞ്ഞതിനേക്കാൾ മോളുടെ ടോട്ടൽ പെർഫോമൻസിനാണ് ഞാൻ പറയുന്നത്. എന്താ പറയുക, മോഹൻലാൽ സാറിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം അഭിനയിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഇരിക്കും നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റി. ഇന്നത്തെ എനിക്കിന്ന് മോൻ്റെ മെയിൻ പ്രശ്നം തോന്നിയത്, മോൻ കൂടുതൽ ഈ എന്താ പറയണ്ട കൊറിയോഗ്രാഫിയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് തോന്നുന്നു. അപ്പോൾ പാടിയത് ലൈൻസ് ഒരുപാട് സ്ഥലത്ത് മോൻ തെറ്റായ സ്ഥലത്ത് ശ്വാസം എടുത്ത് വാക്കുകൾ കംപ്ലീറ്റ് ആകാതെ മുറിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. മോന് സ്വയം തോന്നിയിരുന്നോ? പിന്നെ കുറച്ച് ശ്രുതി, കുറച്ച് അവിടെ ഒരുപാട് പ്രോബ്ലംസ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ മനസ്സിരുത്തി പഠിച്ച് പാടണം കേട്ടോ മോന്. ഞാൻ 24 മാർക്സ്. 24 on 30. And Sharat sir? സൂര്യകുമാർ മോനെ നന്നായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തോന്നിയത്, ഒരു പെൺകുട്ടി വേറൊരു പെൺകുട്ടിയെ കളിയാക്കി പാടുന്ന പോലെ ഇരുന്നു. കാര്യം ഇപ്പൊ ഈ കാലത്തൊന്ന് വേഷം വെച്ച് പെണ്ണാണോ ആണോ എന്ന് കണ്ടുപിടിക്കാനും ഒക്കത്തില്ല. എനിക്ക് വളരെ സംശയമായിരുന്നു മോനെ. ഒന്നാമത് മീശ കാണാൻ വയ്യ ഉള്ളത്. അപ്പൊ മോൻ ഇത് പാടി MJ അണ്ണൻ തന്നെ പറഞ്ഞു ഇതൊക്കെയാണ് മോൻ്റെ പ്രശ്നങ്ങൾ. മോൻ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ശ്വാസം, പ്രധാനമായിട്ട് ശ്വാസത്തിന് മോൻ ഇത്രയും പെർഫോം ചെയ്താൽ കിട്ടത്തില്ല മോനെ കേട്ടോ. അതും കൂടെ നമ്മൾ പറയാതിരിക്കാൻ വയ്യ. പിന്നെ എനിക്ക് ആദ്യം തുടങ്ങിയ സംശയം അവസാനം വരെ നിന്നു. എന്താ മേളിൽ പോയി രഞ്ജിനെ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മോൻ പെണ്ണ് തന്നെയാണെന്ന്. കാര്യം ഒരാണിനെ ആയിരിക്കും ഒരു പെണ്ണ് പോയി പിടിക്കുന്നത്. സോറി കേട്ടോ മോനെ. 23 മാർക്സ് മോനെ. 23 on 30. Surya total marks 23 plus 23 plus 24 plus 8,
78 78 മാർക്സ് ആണ്.